മൊബൈൽ ഫോൺ റിപ്പയറിംഗ് കോഴ്സൊന്നും ഇനി പഠിച്ചിട്ട് കാര്യമില്ല. മൊബൈൽ ഫോണുകളൊന്നും ഇനി ആരും നന്നാക്കൂല. എല്ലാവരും കേട് വന്നാൽ അത് ഒഴിവാക്കി പുതിയ ഫോണുകൾ വാങ്ങിക്കുകയാണ് ചെയ്യുക. ഈ ഡയലോഗ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ചിലരെങ്കിലും ഈ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ടാവും. ഞാൻ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ ഒരു 13 വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും എന്നെപ്പോലെ പല ആളുകളും കേട്ടുകൊണ്ടിരിക്കുന്നു. അതായത് പലരും നമ്മളോട്, അല്ലെങ്കിൽ ഒരു 13 വർഷത്തോളമായിട്ട് ഞാൻ തന്നെ കേൾക്കുന്ന ഒരു ഡയലോഗാണ്. മൊബൈൽ ഫോണൊന്നും ഇനി, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്ന ഒരു കോഴ്സൊന്നും ഇനി പഠിച്ചിട്ട് കാര്യമില്ല. ആരും മൊബൈൽ ഫോണൊന്നും ഇനി മുതൽ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കില്ല. എല്ലാവരും അത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കിയിട്ട് പുതിയത് വാങ്ങിക്കും എന്നൊക്കെയാണ് പൊതുവെ എല്ലാ കാലത്തും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ഡയലോഗ്. അപ്പോൾ ഈ ഡയലോഗ് കേട്ടുകൊണ്ട് ഞാൻ ഈ 13 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതൊക്കെ ശരിയാണല്ലോ, പറയുമ്പോൾ തന്നെ ഇനി ആരാ ഫോണൊക്കെ നന്നാക്കുക, ഫോണുകൾക്കൊക്കെ വില കുറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അന്നൊക്കെ ചിന്തിച്ച് അന്ന് ഈ ഒരു മേഖലയിലേക്ക് ഞാൻ വരാതെ മറ്റേതെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് എനിക്ക് കിട്ടുന്ന ഈ ഒരു സാറ്റിസ്ഫാക്ഷനോ, അല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ട് വളരെ ഫ്രീഡത്തോട് കൂടിയിട്ട്, അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ ഒരു ജോലി എനിക്ക് ചിലപ്പോൾ മറ്റൊരു മേഖലയിൽ പോയാൽ കിട്ടുമായിരുന്നില്ല. പക്ഷെ എനിക്ക് ഈ ഒരു ഇത്ര ഇഷ്ടപ്പെട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നുകൊണ്ടാണ്, വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് മൊബൈൽ ഫോൺ റിപ്പയറിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു മേഖല മാത്രമല്ല, ഏത് മേഖല ആണെങ്കിലും ഇന്ന് മൊബൈൽ ഫോൺ റിപ്പയറിംഗ് മേഖല എന്ന് പറയുന്നത് വളരെയധികം ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വെറുതെ അവൻ ആ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്, അവനക്ക് നല്ല ഹെവി സാലറി ഉണ്ട് എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആരും നിൽക്കുകയും ചെയ്യരുത്. ഈ മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് അതിന് വേണ്ട ചില തയ്യാറെടുപ്പുകളും ഈ മേഖലയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു നോളജും നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ കമൻറ്റിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മറ്റുള്ള പാർട്ടുകളായിട്ട് ഓരോ കാര്യങ്ങളും, നമ്മളൊരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് വേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ട്രെയിനിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്ലേസ്മെൻറ്റിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എത്രത്തോളം ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് സാലറി പ്രതീക്ഷിക്കാം, അതുപോലെ തന്നെ എത്രയാവുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ടെക്നീഷ്യൻ ആവുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള ഓരോ വീഡിയോകൾ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മേഖല നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, ഇന്ന് ഓരോരുത്തരുടെ കയ്യിൽ 2 ഫോണ്, ഒരു ഫോണ് എന്തായാലും ഉണ്ടാവും. ഇതിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡാറ്റാസും ഉണ്ടായിരിക്കും. ഇത്തരം ഫോണുകൾ അതിന് 10,000 രൂപയുടേതാണെങ്കിലും 5,000 രൂപയുടേതാണെങ്കിലും നമ്മുടെ ഡാറ്റാസ് അതിൽ ഉണ്ട് എങ്കിൽ അത് റിപ്പയർ ചെയ്യാതെ ഒഴിവാക്കാൻ നമ്മുടെ മനസ്സെന്തായാലും അനുവദിക്കില്ല. നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് അതിലുണ്ട്. പലരും പറയാറുണ്ട് മൊബൈൽ ഫോണിൽ ഡാറ്റാസ് കൊണ്ട് നടക്കരുത്, അത് ലീക്കാവും, അല്ലെങ്കിൽ അത് നെറ്റുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഫോൺ കേട് വന്നാൽ പിന്നീട് അത് റിക്കവർ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയും. എന്നാൽ പോലും ഇന്ന് എല്ലാവരുടെയും സകല ഡാറ്റാസും ഇതിനുള്ളിലാണ്. ആരും ലാപ്ടോപ്പോ അല്ലെങ്കിൽ വീട്ടിലൊരു സിസ്റ്റം ഒന്നും വാങ്ങി വെച്ചിട്ട് അതിലേക്കോ അല്ലെങ്കിൽ ഒരു പെൻഡ്രൈവിലേക്കോ മറ്റു കയറ്റി വെക്കുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ആളുകൾ മാത്രം, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ചെയ്യുന്നത്. അല്ലാത്തവരെല്ലാ ആളുകളും നമ്മുടെ ഈ ഫോണിനുള്ളിൽ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലെ സാധ്യത എന്ന് പറയുന്നത് വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ ഈ മേഖലയിലേക്ക് അതുപോലെ തന്നെ ഇത് കണ്ടിട്ട് വരുന്ന പല ആളുകളുണ്ട്, ഇതിൽ നിന്ന് ഫ്ലോപ്പായി പോകുന്നവരുണ്ട്, പതിച്ച് നിർത്തി പോകുന്നവരുണ്ട്, ഈ തൊഴിലിൽ നിന്ന് മാറി മറ്റു തൊഴിലിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനും ചില കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളും അത്തരം കാരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്താൻ ഇനി വരുന്ന ഓരോ എപ്പിസോഡിലും ഞാൻ ശ്രമിക്കും. അപ്പോൾ അതൊക്കെ വരുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ആളുകൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോകളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ഓക്കെ.